CPM ആ നിലപാടെടുത്തോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? എല്ലാവരും ഒരേ നിലപാടെടുക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. CPM എന്നും അങ്ങനത്തെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം. ഇതൊരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ആ മുദ്രാവാക്യം ഒന്നും മാറി. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് ഇസ്ലാം രക്തം എന്ന രീതിയിലേക്ക് ചെറുതായിട്ടൊന്ന് മാറി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPM. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വാസ്തവത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിയണമെന്ന് ആദ്യം പറഞ്ഞ രാഷ്ട്രീയ നേതാവായ ഞാൻ മനസ്സിലാക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് സഖാവ് EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് അന്നത്തെ മാതൃഭൂമിയിൽ വെണ്ടക്ക അക്ഷരത്തിൽ വന്നിരുന്നു. ഞാൻ ആ മാതൃഭൂമി എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സംശയമുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറുമാണ്. അപ്പോൾ അതന്നത്തെ അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നു. അതിനുശേഷം നിലപാടുകൾ മാറിയിട്ടുണ്ടാവും. ഓരോരുത്തർക്കും ഗോപാലകൃഷ്ണൻ അത് തൊട്ടടുത്ത ദിവസം തന്നെ തിരുത്തായി അതേ മാതൃഭൂമി ദിനപത്രം തന്നെ പ്രസിദ്ധീകരിച്ചതും താങ്കൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇല്ല, ഞാനത് കണ്ടിട്ടില്ല. അത് കണ്ടാൽ വിരോധമില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് രാമക്ഷേത്രം, അതായത് ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിയണം, സഖാവ് EMS നമ്പൂതിരിപ്പാട്. ആ മാതൃഭൂമി പത്രത്തിലാണ് ഞാൻ കണ്ടത്. തിരിച്ച് വന്ന വാർത്ത ഞാൻ കണ്ടിട്ടില്ല. എനിക്കതിൽ വിരോധമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിലപാടുകൾ മാറുകയും മാറ്റുകയും ചെയ്യും. പലപ്പോഴും CPM അങ്ങനെയാണല്ലോ. CPM എത്രയോ നിലപാടുകൾ മാറ്റി. സ്വാതന്ത്ര്യ സമരം അത് കരിദിനമായി പ്രഖ്യാപിച്ചു. CPM എത്രയോ വർഷം കരിദിനമായി പ്രഖ്യാപിച്ചതാണ്. CPM സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കാത്തവരാണ്, ആചരിക്കാത്തവരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇപ്പം കിട്ടിയത് ബൂർഷാസിയുടെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യക്ക് ഇങ്ങനെ രണ്ടായി മുറിച്ചാൽ പോരാ, 17ആയി മുറിക്കണം. അത് CPM-ന്റെ നിലപാട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ പ്രചരണ വിഷയമായി തന്നെയാണ് ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തെ BJP കാണുന്നത്. നോക്കൂ, നരേന്ദ്രമോദി പാർലമെന്ററി പാർട്ടിയിൽ പറഞ്ഞതുപോലെ 303 എന്നുള്ളത് ഉയർത്തണം, 50% മുകളിലുള്ള വോട്ടിലേക്ക് BJP പോകേണ്ടതിൻ്റെ രാഷ്ട്രീയ പ്രചാരണ ഘട്ടം, വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ പറയുന്ന രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത്. അത് ആ നിലയിൽ തന്നെയാണ് BJP കാണുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് BJP അല്ല ചെയ്യുന്നത്. രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. അത് സുപ്രീം കോടതിയുടെ, ഇന്ത്യയിലെ പരമോന്നത കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ രാമക്ഷേത്രവും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയും ഇത് രണ്ടും ഉണ്ടാവണം എന്ന പരമോന്നത നീതിപീഠത്തിൻ്റെ തീരുമാനപ്രകാരം, വിധിപ്രകാരം ഗവൺമെൻറ്റാണ് ഇത് രണ്ടും ചെയ്യുന്നത്. BJP അല്ല പണിയുന്നത്. പിന്നെ രാമക്ഷേത്രം പണിയണം, അത് BJP-യുടെ ഇപ്രാവശ്യത്തെ അല്ലല്ലോ, അത് എത്രയോ കാലമായിട്ടുള്ളതാണ്. BJP-യുടെ എല്ലാ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള 370-ാം വകുപ്പ്, രാമക്ഷേത്ര നിർമ്മാണം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ എത്രയോ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെയാണല്ലോ പലരും ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി വിമർശിച്ച് ഞങ്ങളെ വർഗീയവാദികളായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണല്ലോ. അതാണല്ലോ അവരുടെ ഏറ്റവും വലിയ എന്താ പറയുക, തെരഞ്ഞെടുപ്പ് പ്രചരണം. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണല്ലോ ഞങ്ങളെ വർഗീയവാദികളായി ചിത്രീകരിക്കാറ് എത്ര കൊല്ലമായിട്ട്. അപ്പം അവിടെ രാമക്ഷേത്രം പണിയുന്നത് BJP അല്ല, രാമക്ഷേത്രം പണിയുന്നത് സർക്കാരാണ്.